കൊച്ചടത്വാ പള്ളിയിൽ വാണിടുന്നോനേ, പുതിയ തുറയിൽ രക്ഷതൻ കവചമായവനേ, ശിരസു താഴ്ത്തി ദിവ്യപാദ ചുംബനം നൽകാൻ അശ്വാരൂഢനേ നീ വന്ദനമിടണേ. പ്രാർത്ഥനകൾ ഇരകളേക്കാൾ ഉയരയാണിവിടെ, ദൈവഗീസിൻ പുണ്യനടയിൽ ഒത്തുചേരുമ്പോൾ പ്രാർത്ഥനകൾ ഇരകളേക്കാൾ ഉയരയാണിവിടെ, ദൈവഗീസിൻ പുണ്യനടയിൽ ഒത്തുചേരുമ്പോൾ. ഭാരം താങ്ങിടാനായി ശക്തിയേകിടുവാൻ കണ്ണുനീരിൻ വീതിയെല്ലാം ചിരിമലർവിടരാൻ കൃപ ചൊരിഞ്ഞിടുമീ തണലിൽ മാനസം നിറയാൻ സാന്ത്വനത്തിൻ തൂവലായി നീ കഴുകിടേണമേ. നോവകറ്റി സൗഖ്യമേകി ചാരി വന്നിടണേ. കൊച്ചടത്വാ പള്ളിയിൽ വാണിടുന്നോനേ.
ശ്രദ്ധിക്കുവിൻ. വിശ്വാസത്തോടെ പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. സൗഖ്യം പ്രാപിക്കുവാൻ നിങ്ങൾ പരസ്പരം ഭാവമേറ്റു പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലം തെളിഞ്ഞതുമാകുന്നു. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, ഇസ്രായേലിന്റെ പ്രാർത്ഥന കേൾക്കണമേ, ഇസ്രായേലിന്റെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗ്ഗപിതാവായ ദൈവമേ, ഏകരക്ഷകനായ പുത്രൻ തമ്പുരാനെ, പരിശുദ്ധാത്മയായ ദൈവമേ, ഏകദൈവമായ പരിശുദ്ധ തത്വമേ, നിഷ്കളങ്കയായ പരിശുദ്ധ ജനനേ, ഏകസാക്ഷിയായ സ്ത്രീ മനോഭാവത്തോടും വിശ്വസ്തയോടും സ്വന്തം കർത്തവ്യങ്ങൾ നിർവഹിച്ചു ധീരനും വിശ്വസ്തനും രാജസ്നേഹിയുമായ യേശുവിനെയും കന്യാമാതാവിനെയും സർവസ്വമായി സ്വീകരിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നയിച്ചുകൊണ്ട രാജ്യത്തിലും രാജ്യത്തിനകത്തും അശ്വരനായിട്ട് സഞ്ചരിച്ച് നീതിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ദൈവമേ, അങ്ങേ കൃപാതിരേകത്തിന്റെ തൃക്കരങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കുന്നു. ആശങ്കകൾ അകന്നു പോകുന്നു. ആത്മാവിൽ അങ്ങരുന്ന സാന്ത്വനം ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്നു. ആശാവാഹിനികൾ ഞങ്ങളെ ആശ്ലേഷിക്കുന്നു. നാഥ, അങ്ങേക്ക് ഞങ്ങൾ സ്തുതികൾ അർപ്പിക്കുന്നു. 1000 നാവുകളാൽ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പരമപിതാവേ, അങ്ങയുടെ കൃപാകടാക്ഷം അങ്ങ് ഞങ്ങൾ ചൊരിയുന്നു. മനസ്സിന് സുഖവും ആത്മാവിന് പ്രസാദവും പകരുന്നു. ലോകത്തിൽ സമാധാനം കാംക്ഷിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിൽ പരസ്പര ചൈതന്യവും അപേക്ഷിക്കുന്നു. കുടുംബങ്ങളിൽ ശാന്തിയും സ്നേഹവും പരസ്പര ബഹുമാനവും വളരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവമേ, ഞങ്ങളെ കടാക്ഷിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദ്വീപിലെ നിയോഗങ്ങൾ ആത്മശാന്തിക്കായി ജോസ് പുളിക്കൽ, ലോറൻസ് ഗിബ്സൺ, ബാർബര മോറിസ് നന്ദി അർപ്പിച്ചുകൊണ്ട് ജോളി മാത്യു ആൻഡ് ഫാമിലി, സിയോൺ റീച്ച് ഔട്ട് മിനിസ്ട്രി, സ്മിത റജീസ്, സാറ മരിയ റജീസ്. ഇരുമൂടും വഴികളിൽ വെളിച്ചമായി വിശ്വാസത്തിൻ മഹാരഹസ്യം കൊണ്ടാടിടും നീ തിരുവഴിയിൽ.
Dear brothers and sisters in Christ Jesus, today is the great and auspicious day for all of us as we mark this year as the 25th year, Jubilee year, to celebrate the feast of Saint George. We all gather here for the celebration of the Mass. And of course, all of us are aware about the speciality of the saint who is a protector of us all from all evil, in order to help us to be faithful and strong enough to follow the footsteps of Christ. On this gracious occasion, as we are celebrating the Jubilee year of St. George, we have invited the Archbishop of Trivandrum, Archbishop Thomas Netto, accompanied by Father Gladyn Alex, the Judicial Vicar of the Diocese, has been here for the celebration of this Holy Mass and to grant us blessing. On behalf of you all gathered here and on behalf of all our fathers at St. Michael's, we extend a hearty welcome to the Archbishop. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. യേശുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ വൈദികരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഏറ്റവും സന്തോഷപ്രദമായ ഒരു സുദിനമാണിന്ന്. നാം ഒരു കുടുംബമായി നമ്മുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ജോർജിൻ്റെ തിരുനാൾ ഇന്ന് സാഘോഷം കൊണ്ടാടുന്നു. നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ നന്ദിയുടെയും കൃതജ്ഞതയുടെയും വികാരങ്ങളാണ്. സങ്കീർത്തകൻ ചോദിക്കുന്നുണ്ട്, കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പ്രത്യുപകാരം നൽകും? സങ്കീർത്തകൻ തന്നെ നൽകുന്ന മറുപടി ഇതാണ്: ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി രക്ഷകന്റെ നാമം വിളിച്ചപേക്ഷിക്കും. ഇന്ന് നമ്മുടെ സെൻറ്റ് മൈക്കിൾസ് ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ നമുക്ക് യേശുവിൻ്റെ ഈ ബലി അർപ്പിച്ചുകൊണ്ട് രക്ഷയുടെ പാനപാത്രം ഉയർത്തി നമ്മെ നിരന്തരം കാത്തു പരിപാലിക്കുന്ന, സംരക്ഷിക്കുന്ന, വഴി നടത്തുന്ന നല്ലവനായ പിതാവായ ദൈവത്തിന് നമുക്ക് ആരാധനയും സ്തുതിയും മഹത്വവും അർപ്പിക്കാം. മുന്നോട്ടുള്ള നമ്മുടെ വിശ്വാസ ജീവിതയാത്രയിൽ ദൈവത്തിൻ്റെ നിർലോഭമായ അനുഗ്രഹങ്ങൾ, കൃപകൾ വിശുദ്ധ ജോർജിലൂടെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് വന്നു നിറയുവാൻ ഇടയാകട്ടെ എന്ന് ഈ ദിവ്യബലി അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ തിരുനാളിൻ്റെ എല്ലാ മംഗള ആശംസകളും സന്തോഷപൂർവ്വം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ നേരുന്നു. ഭക്തിയോടുകൂടി, കൃതജ്ഞതാ വികാരത്തോടുകൂടി ഈ ബലിയർപ്പിക്കുവാൻ നമുക്കൊരുങ്ങാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. Yeah.
കൃപയിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ദൈവമേ, അങ്ങേ സഭയെ പ്രകാശിപ്പിക്കാൻ വിശുദ്ധ ജോർജിനെ
രക്തസാക്ഷിത്വത്തിൻ്റെ വിജയം കൊണ്ട് അലങ്കരിക്കാൻ അങ്ങ് തിരുമനസ്സായല്ലോ. കർത്താവിൻ്റെ പീഡാസഹനം അദ്ദേഹം അനുകരിച്ച പോലെ ഞങ്ങളും അദ്ദേഹത്തിൻ്റെ കാലടികൾ പിഞ്ചൊന്നുകൊണ്ട് നിത്യാനന്ദത്തിലേക്ക് എത്തിച്ചേരാനുള്ള അർഹത കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകുമാറാകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വായന. അക്കാലത്ത് പത്രോസ് ജനത്തോട് പറഞ്ഞു, എബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾ അവനെ ഏൽപ്പിച്ചു കൊടുത്തു. പീലാത്തോസ് അവനെ വിട്ടയക്കാൻ തീരുമാനിച്ചിട്ടും അവൻ്റെ മുമ്പിൽ വച്ച് നിങ്ങൾ അവനെ തള്ളിപ്പറഞ്ഞു. പരിശുദ്ധനും നീതിമാനുമായ അവനെ നിങ്ങൾ നിരാകരിച്ചു. പകരം ഒരു കൊലപാതകിയെ വിട്ടുകിട്ടാൻ അപേക്ഷിച്ചു. ജീവന്റെ നാഥനെ നിങ്ങൾ വധിച്ചു. ആയതിനാൽ നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയാൻ പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിയുവിൻ. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നുള്ള വായന. എൻ്റെ കുഞ്ഞുമക്കളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ് ഞാനിവ നിങ്ങൾക്ക് എഴുതുന്നത്. എന്നാൽ ആരെങ്കിലും പാപം ചെയ്യാൻ ഇടയായാൽ തന്നെ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട്, നീതിമാനായ യേശു ക്രിസ്തു.
അവൻ നമ്മുടെ പാപങ്ങൾക്ക് പാപപരിഹാര ബലിയാണ്. നാം അവൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ അതിൽ നിന്ന് നാം അവനെ അറിയുന്നു എന്ന് തീർച്ചയാക്കാം. ഞാൻ അവനെ അറിയുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളം പറയുന്നു, അവനിൽ സത്യമില്ല. എന്നാൽ അവൻ്റെ വചനം പാലിക്കുന്നവന് സത്യമായും ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവേ, ഞങ്ങൾക്ക് തിരുവെഴുത്തുകൾ വ്യാഖ്യാനിച്ചു തരണമേ. അങ്ങ് സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ. കർത്താവ് നമ്മളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. ലൂക്കായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് വഴിയിൽ വച്ച് സംഭവിച്ചതും അപ്പം മുറിക്കുമ്പോൾ യേശുവിനെ തിരിച്ചറിഞ്ഞതും എമ്മാവസിൽ നിന്ന് വന്ന ശിഷ്യന്മാർ വിവരിച്ചു. അവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരുടെ മധ്യേ പ്രത്യക്ഷനായി അവരോട് അരുളി ചെയ്തു, നിങ്ങൾക്ക് സമാധാനം. അവർ ഭയന്ന് വിറച്ചു. ഭൂതത്തെയാണ് കാണുന്നതെന്ന് അവർ വിചാരിച്ചു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ അസ്വസ്ഥരാകുന്നത് എന്തിന്? നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ വരുന്നതും എന്തിന്? എൻ്റെ കൈകളും കാലുകളും കണ്ട് ഇത് ഞാൻ തന്നെയാണെന്ന് വിശ്വസിക്കുവേൻ. മനസ്സിലാക്കുവേൻ. എന്നെ സ്പർശിച്ച് നോക്കുവേൻ. എനിക്കുള്ളതുപോലെ മാംസവും അസ്ഥികളും ഭൂതത്തിനില്ലല്ലോ. എന്നിട്ടും അവർ സന്തോഷാധിക്യത്താൽ അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തപ്പോൾ അവൻ അവരോട് ചോദിച്ചു, ഇവിടെ ഭക്ഷിക്കുവാൻ എന്തെങ്കിലുമുണ്ടോ? ഒരു കഷ്ണം വറുത്ത മീൻ അവർ അവന് കൊടുത്തു. അവൻ അതെടുത്ത് അവിടെ മുൻപിൽ വെച്ച് ഭക്ഷിച്ചു. അവൻ അവരോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോടുകൂടി ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കുവാൻ തക്കവിധം അവിടെ മനസ്സ് അവൻ തുറന്നു. അവൻ പറഞ്ഞു, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു സഹിക്കുകയും 3-ാം ദിവസം മരിച്ചു നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം. പാപമോചനത്തിലുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറൂസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി.
യേശുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ വൈദികരെ, സഹോദരി സഹോദരന്മാരെ, ഒരിക്കൽ കൂടി വിശുദ്ധ ജോർജിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഓരോരുത്തർക്കും ഈ തിരുനാളിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഞാൻ ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ശ്രവിച്ച സുവിശേഷ ഭാഗത്ത് ഉദ്ധിതനായ യേശുനാഥൻ തൻ്റെ ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെടുന്ന സംഭവമാണ് നാം കേട്ടത്. നാം ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്തും പ്രതീക്ഷിക്കാത്ത രീതിയിലും ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ ഇന്നും കടന്നു വരുന്നവനാണ്. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമായി പ്രവാസികളായി നാം ഇന്ന് UAE-യിലായിരിക്കുന്നു എന്നത് തന്നെയാണ്. ഇന്ന് ഷാർജ സെൻറ്റ് മൈക്കിൾസ് ദേവാലയത്തിൽ സന്നിഹിതരായിരുന്നു കൊണ്ട് പ്രത്യേക മധ്യസ്ഥനായ വിശുദ്ധ ജോർജിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നതും ദൈവം നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. നാം ഇവിടെ ആയിരിക്കുമ്പോഴും ഒട്ടുമിക്കവാറും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ അങ്ങ് അകലെയാണ്. അവരുടെ ജീവിതങ്ങൾക്ക് ആശ്രയവും സഹായവുമായി ഭവിക്കുന്നത് മാറുന്നത് നമ്മുടെ ജീവിതങ്ങളാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് നാം ഓരോരുത്തരും ഇവിടെ ജീവിക്കുന്നതും അധ്വാനിക്കുന്നതും. ദൈവം നിങ്ങളുടെ ഓരോരുത്തരെയും പ്രയത്നങ്ങളെ, നിങ്ങളുടെ ജീവിതത്തെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് ഇത്തരുണത്തിൽ ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. എനിക്കേറെ സന്തോഷമുണ്ട് ഈ വർഷത്തെ തിരുനാൾ ആഘോഷത്തിൽ സംബന്ധിക്കുന്നതിൽ, നിങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിൽ, നിങ്ങളെ കാണുന്നതിൽ. ഇതെല്ലാം ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലിൻ്റെയും പരിപാലനയുടെയും അടയാളമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും വായിച്ചെടുക്കേണ്ടത്. എനിക്ക് തോന്നിയ ഒരു കാര്യം, കുഞ്ഞുനാളിൽ നമ്മുടെ നാട്ടിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളിൽ നിന്ന് കൈമാറപ്പെട്ട വിശ്വാസവും ദൈവാശ്രയ ബോധവും കരുത്തായി നാം ഇവിടെ ആയിരിക്കുമ്പോഴും അത് ഉള്ളിൽ താലോലിച്ച് വളർത്തി അതാഘോഷിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നതാണ്. ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ കൃപയും കരുത്തും ഈ വിശ്വാസവും ഈ വിശ്വാസത്തിൻ്റെ ആഘോഷങ്ങളും നൽകുന്ന കാര്യങ്ങളാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ജീവിത മുന്നേറ്റങ്ങൾക്ക് പിന്നിൽ ദൈവത്തിൻ്റെ അദൃശ്യമായ ഇടപെടലും ദൈവത്തിൻ്റെ സ്നേഹ പരിപാലനയും ഉണ്ട് എന്ന കാര്യം. നാം കഠിനമായി പ്രയത്നിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോഴും നമുക്ക് ആത്മാർത്ഥമായി നമ്മിലേക്ക് പിന്നിട്ട വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. എൻ്റെ പ്രയത്നങ്ങളുടെയും പരിശ്രമങ്ങളുടെയും പിന്നിലും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മോടൊപ്പം ഉണ്ടായിരുന്നു, ഇനി ഉണ്ടാവുകയും ചെയ്യും എന്നതാണ്. ഇത്തരുണത്തിൽ സങ്കീർത്തകൻ്റെ വചനമാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. 118 സങ്കീർത്തനം 1 വചനം ഇതാണ്: കർത്താവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അതെ, സത്യത്തിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളുടെ പിന്നിൽ നമ്മൾ വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടിൽ നോക്കിക്കാണുമ്പോൾ എല്ലാം ദൈവത്തിൻ്റെ കൃപയും കാരുണ്യവുമാണ്. വിലാപങ്ങളുടെ പുസ്തകം 3 21 22 വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ ഈ കാരുണ്യത്തെയും സ്നേഹത്തെയും അനുസ്മരിപ്പിക്കുന്നൊരു വചനമുണ്ട്. എന്നാൽ ഞാൻ ഒരു കാര്യം ഓർമ്മിക്കുന്നു, അത് എനിക്ക് പ്രത്യാശ തരുന്നു. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. ഈ തിരുനാൾ ദിനത്തിൽ ഈ ദിവ്യബലിയിൽ പങ്കുചേർന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുമ്പോൾ ആ കാരുണ്യവും കൃപയും സ്നേഹവും നമ്മോടൊപ്പം യാത്ര ചെയ്യുന്നു എന്നത് നാം തിരിച്ചറിയുകയാണ്. കാരണം
നമ്മൾ വിശ്വസിക്കുന്നത് മരണത്തോടുകൂടി അവസാനിച്ച ഒരു ദൈവത്തിലല്ല. അവൻ മരണത്തെയും തിന്മയെയും തോൽപ്പിച്ചുകൊണ്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഉദ്ധിതനായ ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. നമ്മുടെ കാര്യങ്ങളിൽ അവൻ ശ്രദ്ധാലുവാണ്. നമ്മുടെ കാര്യങ്ങളിൽ അവന് കരുതലുണ്ട്. ആ സ്നേഹ പരിപാലനയാണ് സഭയോട് ചേർന്ന് ഈ സന്തോഷത്തിൻ്റെ പെസഹ ദിനങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്ന് വിശുദ്ധ ജോർജിൻ്റെ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് നമ്മൾ അനുസ്മരിക്കുന്നതും നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നതും. നിങ്ങളെല്ലാവരെയും ദൈവത്തിൻ്റെ കാരുണ്യത്തിന് സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, അടുത്തായിരിക്കുന്നവർക്കും അകലങ്ങളിലായിരിക്കുന്നവർക്കും വേണ്ടി ഈ ബലി അർപ്പിക്കുകയാണ്. നമുക്കറിയാം, ഉദ്ധിതനായ ക്രിസ്തുവിൽ വിശ്വസിച്ചവരും അവനെ തങ്ങളുടെ ജീവിതത്തിൻ്റെ സർവസ്വവുമായി കരുതിയവരുമാണ് വിശുദ്ധരും രക്തസാക്ഷികളും. 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ച വിശുദ്ധ ജോർജിനെയാണല്ലോ പ്രത്യേക മധ്യസ്ഥനായി ഈ തിരുനാൾ വേളയിൽ നമ്മൾ അനുസ്മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലോട്ട് ഹ്രസ്വമായി നമ്മൾ കണ്ണോടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ചില കാര്യങ്ങളുണ്ട്. ജീവിതത്തിൽ വ്യക്തമായ നിലപാടുകൾ സ്വീകരിച്ച ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ ജോർജ്. യുവത്വത്തിൽ തന്നെ അദ്ദേഹം ഒരു പടയാളിയായി തൻ്റെ ജീവിതം തിരഞ്ഞെടുക്കുകയായിരുന്നു. വേഗത്തിൽ തന്നെ അദ്ദേഹം റോമൻ ചക്രവർത്തിയായ ഡയക്ലീഷ്യസിൻ്റെ പ്രീതിക്ക് പാത്രീഭൂതനായി. അത് കാരണം അദ്ദേഹത്തിന് ജോലിയിൽ ഉയർന്ന സ്ഥാനവും ലഭിച്ചു. അതേസമയം വിശുദ്ധ ജോർജ് തൻ്റെ ക്രിസ്തു വിശ്വാസം എപ്പോഴും ഒരു നിധി പോലെ സംരക്ഷിച്ചിരുന്നു. ക്രിസ്ത്യാനികൾക്കെതിരെ ചക്രവർത്തി മതപീഡനം ആരംഭിച്ചപ്പോൾ വിശുദ്ധ ജോർജ് അതിനെ പരസ്യമായി എതിർത്തു. അദ്ദേഹം തൻ്റെ ജോലിയിൽ നിന്ന് രാജിവയ്ക്കുന്നതായി പ്രഖ്യാപിച്ചു. അദ്ദേഹം തൻ്റെ മരണം മുൻകൂട്ടി കണ്ടുകൊണ്ട് തൻ്റെ സമ്പത്തും വസ്ത്രങ്ങളും ദരിദ്രർക്ക് വിതരണം ചെയ്തു. വിശുദ്ധ ജോർജിൻ്റെ ജീവിതം അനുസ്മരിപ്പിക്കുന്നത് ദൈവത്തോടുള്ള സ്നേഹവും സഹോദരരോടുള്ള സ്നേഹവുമാണ്. ഈ വിശുദ്ധ ദിനത്തിൽ ജോർജിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എവിടെയായിരുന്നാലും നമ്മുടെ ജീവിതങ്ങളിൽ ദൈവത്തോട് സ്നേഹമുള്ളവരും ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട എല്ലാ വ്യക്തികളോടും നമുക്ക് സാഹോദര്യ സ്നേഹത്തിലും ജീവിക്കുവാനുള്ള അനുഗ്രഹങ്ങൾക്കായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതങ്ങളിലും പ്രത്യേകിച്ച് പ്രതിസന്ധികളുടെയും പ്രതികൂലതകളുടെയും നടുവിലാണ് നമുക്ക് കരുത്തായി പൈതൃകമായി ലഭിച്ച കത്തോലിക്ക വിശ്വാസത്തെ നമ്മൾ സംരക്ഷിക്കുകയും അതിൽ അഭിമാനം കൊള്ളുകയും അതിൽ വളരുകയും ചെയ്യേണ്ടത്. ഏറ്റവും പ്രധാനമായി നമ്മൾ ഇന്നായിരിക്കുന്ന ഈ നാട്ടിൽ നമ്മുടെ ജീവിതത്തിൻ്റെയും തൊഴിലിൻ്റെയും ഒക്കെ നടുവിൽ തന്നെയും ലഭിച്ച വിശ്വാസത്തിൽ എങ്ങനെ വളരാം, എങ്ങനെ വിശ്വാസത്തിന് സാക്ഷികളാകാം എന്ന ചിന്ത വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ തരുണത്തിലാണ് അടുത്ത കാലങ്ങളിലായി നമുക്കിടയിൽ തന്നെ നമ്മൾ ആരംഭിച്ച കുടുംബ കൂട്ടായ്മകൾ, ചെറു സമൂഹങ്ങൾ, അതിൻ്റെ പ്രസക്തി നാം തിരിച്ചറിയുന്നത്. അതൊരു പ്രധാനപ്പെട്ടൊരു വേദിയാണ്. ദൈവത്തിൻ്റെ കാരുണ്യത്തെ അനുഭവിക്കുവാൻ, ദൈവത്തിൻ്റെ വചനത്തിന് മുന്നിൽ ഒരുമിച്ച് കൂടുവാൻ, പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമായ ആ വചനത്തിൻ്റെ ചൈതന്യത്തിൽ, സാഹോദര്യത്തിൽ, സ്നേഹത്തിൽ ഒരുമിച്ച് കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും പരസ്പരം സഹായിക്കുവാനും പിന്താങ്ങുവാനുമുള്ള അവസരമാണ് ഈ ചെറിയ കൂട്ടായ്മകളിലൂടെ, അടിസ്ഥാന ക്രൈസ്തവ സമൂഹങ്ങളിലൂടെ നമുക്ക് നൽകപ്പെടുന്നത്. സ്നേഹ ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഉദ്ധിതനായ നാഥൻ വീണ്ടും അവർക്ക് പ്രത്യക്ഷപ്പെടുന്നു. തൻ്റെ ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെടുന്ന നാഥൻ അവരോട് പറയുന്നത് നിങ്ങൾക്ക് സമാധാനമെന്നാണ്. ഇന്നെല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട്, ലോകം നൽകുന്ന സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. ദൈവത്തിൽ നിന്നാണ് ആത്യന്തികമായി യഥാർത്ഥ സമാധാനം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നത്. ആ തികഞ്ഞ അവബോധത്തിൽ സമാധാനത്തിൻ്റെ ഉറവിടവും സമാധാനവുമായ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ജീവിതങ്ങളെയും ശാന്തതയിൽ
സമാധാനത്തിൽ നയിക്കുവാനുള്ള കൃപ നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അപ്പോസ്തലന്മാർ യേശുവിനെ കണ്ടപ്പോൾ ഭയപ്പെടുകയാണ്. അവർ ഒരു ഭൂതമാണെന്ന് കരുതി. അവരോട് യേശു തൻ്റെ കൈകളും കാലുകളുമാണ് കാണിച്ചു കൊടുക്കുക. കൈകളിലും കാലുകളിലും ഉള്ളത് മുറിവുകളാണ്. മുറിവ് സ്നേഹത്തിൻ്റെ വലിയ അടയാളമാണ്. യേശു നമുക്ക് വേണ്ടി പീഡകളേറ്റതിൻ്റെ, മുറിവേറ്റതിൻ്റെ അടയാളം അവൻ്റെ ഉയർത്തെഴുന്നേറ്റവൻ്റെ കൈകളിലും പാദങ്ങളിലും ഉണ്ടായിരുന്നു. മുറിപ്പാടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സ്നേഹത്തിൻ്റെ നമുക്ക് വേണ്ടി തന്നെ നൽകുന്നതിൻ്റെ ത്യാഗത്തിൻ്റെ വലിയ അടയാളങ്ങളാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെ തന്നെ നാട്ടിൽ കഠിനാധ്വാനം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികൾ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവരുടെ കൈപ്പത്തിയിൽ നോക്കിയാൽ പാറ പോലെ ഉറച്ചിരിക്കുന്നതാണ് അവരുടെ കൈപ്പത്തി. അതൊരു വലിയ പാടാണ്. കുടുംബത്തിന് വേണ്ടി, തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അധ്വാനിക്കുന്നതിൻ്റെ വലിയ പാടാണ് അവരുടെ ഉള്ളം കയ്യിലുള്ളത്. ഇന്നാണല്ലോ മെക്കനൈസ്ഡ് ബോട്ടുകളൊക്കെ അവരുടെ മത്സ്യബന്ധനത്തിന് ലഭ്യമായത്. നേരത്തെ അവരെല്ലാം തുഴഞ്ഞ് തണ്ടിങ്ങനെ വലിച്ചുകൊണ്ടുള്ള കഠിനമായ അധ്വാനത്തിലൂടെ പോയിരുന്നു. ദൈവം നമ്മുടെ മധ്യേ ഉണ്ട്. അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ നമ്മോടൊപ്പം യാത്ര ചെയ്യുന്നു എന്നതിൻ്റെയൊക്കെ അടയാളമാണ് നാം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, നമ്മോടൊപ്പമുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നത്. അവർക്ക് വേണ്ടി ഏറ്റെടുക്കേണ്ടി വരുന്ന ത്യാഗങ്ങൾ, അത് പകരുന്ന മുറിവുകളുണ്ട്. ആ മുറിവുകൾ വലിയ അടയാളങ്ങളാണ്. ഈ തിരുനാൾ വേളയിൽ ഈ സുവിശേഷ ഭാഗം അത്തരം അനുഭവങ്ങൾ ഓർത്തെടുക്കുവാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്നതാണ്. എന്നിട്ടും അവർക്ക് അവിശ്വാസം തോന്നി. അപ്പോൾ അവൻ അവരോട് ചോദിക്കുന്നു, ഭക്ഷിക്കുവാൻ നിങ്ങളുടെ പക്കൽ എന്തെങ്കിലും ഉണ്ടോ? അവർ ഒരു കഷ്ണം വറുത്ത മീൻ നൽകി. അവനത് അവരുടെ മധ്യേ വെച്ച് കഴിച്ചു. സ്നേഹ ബഹുമാനമുള്ളവരെ, ക്രൈസ്തവ വിശ്വാസത്തിൽ ഭക്ഷണമേശയ്ക്ക് വലിയ അർത്ഥതലങ്ങളുണ്ട്. ഈശോ തന്നെയും പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത് ഒരു വിരുന്നിൻ്റെ പശ്ചാത്തലത്തിലാണ്. നമ്മുടെ കുടുംബങ്ങളിൽ, സൗഹൃദങ്ങളിൽ ഉദ്ധിതനായ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനുള്ള ഇടങ്ങളായി നമ്മുടെ വിരുന്നനുഭവങ്ങൾ, തീന്മേശയുടെ ചുറ്റുമുള്ള സൗഹൃദ അനുഭവങ്ങൾ മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെയും ഈ ചെറു സമൂഹങ്ങളുടെ കൂട്ടായ്മകളിൽ ഒരുമിച്ചിരുന്ന് ഉള്ളത് പങ്കുവയ്ക്കുന്ന, മറ്റുള്ളവരുമായി ചിലവിടുന്ന സമയവും നമ്മുടെ സാന്നിധ്യവും ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമായി നമുക്ക് തിരിച്ചറിയുവാം. ഇന്നത്തെ സുവിശേഷത്തിൽ വീണ്ടും കാണുന്നത്, എല്ലാം മനസ്സിലാക്കുമാറ് വിശുദ്ധ ലിഖിതങ്ങൾ അവർക്ക് മനസ്സിലാക്കുമാറ് അവനവരുടെ മനസ്സുകൾ തുറന്നു എന്നാണ്. ജീവിതത്തെക്കുറിച്ച്, നമ്മെ ഓരോരുത്തരെയും കുറിച്ച്, മറ്റുള്ളവരെക്കുറിച്ച്, നമുക്ക് വിശ്വാസത്തെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച് ഒക്കെയുള്ള ശരിയായ അറിവ് ദൈവം നൽകുന്നൊരു വലിയ ദാനമാണ്. വചനത്തിൻ്റെ വെളിച്ചത്തിലാണ് അതെല്ലാം ലഭിക്കുന്നത്. ഈ വിശുദ്ധ ദിനത്തിൽ നിത്യവും കാത്ത് പരിപാലിക്കുന്ന, സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യത്തിന് മുന്നിൽ നമ്മുടെ ജീവിതങ്ങളെയും നമ്മെയും നമുക്ക് സമർപ്പിക്കാം. നന്ദിയുള്ളവരായി നമുക്ക് ഈ പ്രദേശത്ത്, ഈ നാട്ടിൽ ജീവിക്കുകയും അധ്വാനിക്കുകയും ചെയ്യാം. നമ്മളെ ആശ്രയിച്ച് കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൂടിയാണ് നമ്മളിവിടെ ആയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും നല്ല അർത്ഥം നൽകുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ജീവിതത്തിലേക്കാണ് ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത്. അപ്പമായും വചനമായും നിരന്തരം അവൻ നമ്മുടെ ജീവിതങ്ങളിലേക്ക് വരുമ്പോൾ, എത്ര തിരക്കിനിടയിലും നമുക്ക് സംലഭ്യമാകുന്ന അവസരങ്ങളൊക്കെയും ബലിയർപ്പണത്തിൽ പങ്കുചേർന്നുകൊണ്ട് ജീവിതത്തിൻ്റെ ബലിയർപ്പണമാക്കി മാറ്റുവാൻ ദൈവം ഒരുക്കുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്താം. ഈ നാട്ടിലായിരിക്കുമ്പോൾ ഈ നാട്ടിലെ എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഷാർജയിലെ ഭരണാധിപന്മാർക്ക് വേണ്ടി, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, ഉദ്യോഗസ്ഥർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്ത് നല്ല അവസരമാണ് മറ്റുള്ളവർക്ക് വേണ്ടി ഈ നാട് തുറന്ന് നൽകിയിരിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ സ്നേഹവും സാന്നിധ്യവും എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതങ്ങളുടെ പിന്നിൽ, മുന്നിൽ നമ്മളോടൊപ്പം ദൈവമുണ്ട്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവുണ്ട്. അവൻ അദൃശ്യമായി നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ആയിരിക്കുന്നു എന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ അടയാളം. ഈ യാത്രയിൽ പിന്നിലോട്ട് തിരിഞ്ഞു നോക്കി
ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ നമ്മുടെ ജീവിതങ്ങളിൽ സഹായമായി സാന്നിധ്യമായി മാറിയ എല്ലാവരെയും നമുക്ക് നന്ദിയോടുകൂടി സ്മരിക്കാം. ഹൃദയവും മനസ്സും നന്ദിയിൽ നിറയുമ്പോൾ നമ്മൾ കുറേയും കൂടി മനുഷ്യത്വത്തോടുകൂടി സഹാനുഭൂതിയോടുകൂടി കാരുണ്യത്തോടുകൂടി മറ്റുള്ള മുന്നിൽ വർദ്ധിക്കും. ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തു നൽകുന്ന സ്നേഹസമ്മാനം സമാധാനമാണ്. നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ തന്നെ ഹൃദയങ്ങളെ ഉദ്ധിതനായ യേശുവിൻ്റെ മുന്നിൽ സമർപ്പിക്കാം. അവിടുന്ന് സമാധാനം നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ, സ്നേഹം നിറഞ്ഞ ഒരു ജീവിതത്തിന് ഉടമകളാക്കി നമ്മളെ മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ജോർജ് തൻ്റെ വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ടു, ജീവൻ വെടിഞ്ഞുകൊണ്ടും രക്തസാക്ഷിയായിക്കൊണ്ടും കത്തോലിക്ക വിശ്വാസം ലഭിച്ച നമുക്ക് ആ വിശ്വാസത്തിൽ വളരുവാനും അത് പരിപോഷിപ്പിക്കാൻ ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും എല്ലാ സംരംഭങ്ങളും സജീവമായി ഉപയോഗപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ഈ ജീവിതയാത്ര സഫലമാക്കാം. വിശുദ്ധ ജോർജ് നമുക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം വഹിക്കട്ടെ. ആമീൻ. പ്രിയ സഹോദരരെ, വിശുദ്ധ ഗീവർഗീസിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ പിതാവിന്റെ സന്നിധിയിൽ നമ്മുടെ ഏകമധ്യസ്ഥനും നീതിമാനുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മുടെ എളിയ പ്രാർത്ഥനകളും യാതനകളും സ്നേഹപിതാവിന്റെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. സ്വീകരിച്ചാലും പ്രഭോ
കരുണാമൂർത്തിയായ ദൈവമേ, തിരുസഭയിൽ നയിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ പൗലോ മാർട്ടിൻ്റെ പിതാവിനെയും മറ്റു മെത്രാന്മാരെയും എല്ലാ വൈദികരെയും അങ്ങേ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. തങ്ങളെ ഏൽപ്പിച്ച അജഗണത്തെ അവിടുത്തെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളർത്തുവാൻ വേണ്ട വരദാനങ്ങളാൽ ഇവരെ നിറയ്ക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗ്രഹിക്കാൻ തക്കവിധം ശിഷ്യന്മാരുടെ മനസ്സ് തുറന്ന കർത്താവെ, വിശുദ്ധ ഗീവർഗീസിന്റെ തിരുനാൾ ആഘോഷത്തിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. അങ്ങേ തിരുവചനം ഗ്രഹിക്കാൻ തക്കവിധം ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. അങ്ങനെ ഞങ്ങളും വിശുദ്ധനെ പോലെ വിശ്വാസദൃഢതയും ധീരതയും ദൈവസ്നേഹവും നിറഞ്ഞവരെ തീരുവാൻ ഇടയാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ പിതാവേ, പ്രവാസികളായി കഴിയുന്ന എല്ലാവരെയും അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. തങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും അകന്ന് വിദൂരതയിൽ കഴിയുന്ന അവരുടെ ത്യാഗതത്പരമായ ജീവിതത്തിന്റെ മേൽ കരുണയായിരിക്കണമേ. അവരുടെ ഏകാന്തതയിൽ ആശ്വാസവും അധ്വാനത്തിന് അനുഗുണമായ പ്രതിഫലവും നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ സ്ഥാപിക്കുകയും കുടുംബ ബന്ധങ്ങളെ വിശദീകരിക്കുകയും ചെയ്ത പ്രാന്തം ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കുടുംബത്തിലെ പാപാന്തകാരത്തെ ദൂരെ കെട്ടി പരസ്പര സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും വിളനിലങ്ങളായി പ്രക്ഷോഭിക്കുവാൻ ഓരോ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏകപിതാവായ ദൈവമേ, വിശുദ്ധ ഗീവർഗീസിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന പുതിയതുറ ഇടവകയെ സമർപ്പിക്കുന്നു. വിശുദ്ധനിൽ വിളങ്ങിയിരുന്ന പുണ്യങ്ങൾ സ്വായത്തമാക്കുവാനും അനുദിന ജീവിതത്തിലെ വേദനകളെയും കഷ്ടപ്പാടുകളെയും യേശുവിന്റെ കുരിശിനോട് ചേർത്ത് വച്ചു യഥാർത്ഥ ക്രിസ്തു ശിഷ്യരായി ജീവിക്കേണ്ട കൃപകൾ നൽകണമേ എന്നും ഞങ്ങളുടെ ദേശത്തിന്റെ മേൽ കരുണയായിരിക്കണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉദ്ധാനമത്വത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്ന നല്ല ദൈവമേ, മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർതിരിഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും പ്രാർത്ഥിക്കുവാൻ ആരുമില്ലാതെ ആത്മാക്കൾക്കും പാപവിമുക്തി നൽകണമെന്നും അങ്ങേ തിരുമുഖ ദർശനത്തിനുള്ള ഭാഗ്യം നൽകണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹിതാവായ ദൈവമേ, വിശുദ്ധ ഗീവർഗീസിന്റെ ജീവിത സന്ദേശം കൊണ്ടുകൊണ്ട് പ്രലോഭനങ്ങളിൽ തളരാതെ ധീരതയുടെ വിശ്വാസം ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ.
സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, രക്തസാക്ഷിയായ വിശുദ്ധ ജോർജിൻ്റെ സ്മരണയിൽ അങ്ങേ മഹിമയ്ക്കായി ഞങ്ങൾ അർപ്പിക്കുന്ന അനുരഞ്ജനത്തിൻ്റെയും സ്തുതിയുടെയുമായ ഈ ബലി സ്വീകരിക്കണമേ. അങ്ങനെ ഈ ബലി ഞങ്ങളെ പാപമോചനത്തിലേക്ക് നയിക്കുകയും നിത്യമായ കൃതജ്ഞതാ പ്രകാശനത്തിൽ സ്ഥിരീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളീണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, എല്ലാ കാലത്തും വിശിഷ്യ ഞങ്ങളുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ കാലയളവിൽ അങ്ങേ മഹാമഹിമയോട് പ്രകീർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് വഴി വെളിച്ചത്തിൻ്റെ മക്കൾ നിത്യജീവിതത്തിലേക്ക് ഉയരുകയും വിശ്വാസികൾക്കായി സ്വർഗരാജ്യത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും ചെയ്യുന്നു. എന്തെന്നാൽ അവിടുന്ന് മരണത്താൽ ഞങ്ങളുടെ മരണമില്ലാതാവുകയും അവിടുത്തെ ഉത്ഥാനത്താൽ സകലരുടെയും ജീവൻ ഉയർക്കുകയും ചെയ്തു. ആകയാൽ പെസഹ സന്തോഷത്താൽ നിറഞ്ഞ് ഭൂതലത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല, ഉന്നത ശാക്തികന്മാരും മാലാഖവൃന്ദങ്ങളും അവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഒന്നു ചേർന്ന് ആലപിക്കുന്നു. കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങേ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഊറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും
പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രൻ്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാലനവുമായി ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി എതിർക്കാൻ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കുവാൻ ഇടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഈ ദിനത്തിൻ്റെ വിശുദ്ധ മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിനോടും എല്ലാം വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മാധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ പൗലോ മർത്തിനെല്ലിയോടും മെത്രാൻപതിയുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിനും സ്നേഹത്തിനും ഉറപ്പിക്കുവാൻ കഴിയണമേ. അങ്ങേ തിരുമുൻപിൽ നിൽക്കാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടുള്ളണമേ. കാരുണ്യവനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങ് എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗ്ഗത്തിലേക്കോ
കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അൾത്താരയിൽ ആദരണീയനായ തോമസ് നെറ്റോ പിതാവേ, പ്രിയ വൈദിക സഹോദരന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഏവർക്കും ഈ ദിനത്തിൻ്റെ എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും നേർന്നുകൊള്ളുകയാണ്. ആഘോഷങ്ങൾ മനുഷ്യ മനസ്സിന് ആനന്ദവും ആശ്വാസവും നൽകുന്നതാണ്. പ്രത്യേകിച്ച് ആത്മീയ ആഘോഷങ്ങൾ. അതുകൊണ്ടാവാം വിശുദ്ധ കൊച്ചുത്രേസ്യ ഇങ്ങനെ പറഞ്ഞത്: തിരുനാളുകൾ എനിക്ക് സ്വർഗീയ ധനങ്ങളാണെന്ന്. കുടുംബത്തിന് വേണ്ടി നാടും വീടും വിട്ടിറങ്ങിയ നിങ്ങൾക്ക് നാട്ടിലെ ആഘോഷങ്ങൾ അന്യമാകാതിരിക്കാൻ നിങ്ങൾ തന്നെ ക്രമപ്പെടുത്തിയ ആഘോഷങ്ങളുടെ ഭാഗമാണിത്. കേരള കത്തോലിക്ക വിശ്വാസ സമൂഹം ആരാധനക്രമത്തിൽ വ്യത്യസ്തമാണെങ്കിലും ലഭിച്ച വിശ്വാസം പ്രഘോഷിക്കുന്നതിലും അത് ആഘോഷിക്കുന്നതിലും നിങ്ങൾ പ്രകടിപ്പിക്കുന്ന ഐക്യവും ശുഷ്കാന്തിയും ഏറെ പ്രശംസനീയമാണ്. തിരുവനന്തപുരം അതിരൂപതയിൽ വേളി, വെട്ടുകാട്, പുല്ലുവെള്ള, പുതിയതറ ഇടവകയുടെ നേതൃത്വത്തിലും കൊല്ലം രൂപതയിൽ ശക്തികുളങ്കര ഇടവകയുടെ നേതൃത്വത്തിലും തിരുനാളുകൾ ഈ ദേവാലയത്തിൽ ആഘോഷിക്കപ്പെടുന്നുണ്ട് എന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അതിനായി എല്ലാവരെയും ഇത്തവണത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. കേരളത്തിൽ തന്നെ
കൊച്ചടത്വ എന്നറിയപ്പെടുന്ന തിരുവനന്തപുരം അതിരൂപതയിലെ പുതിയൊരു ഇടവകയുടെ സഹമധ്യസ്ഥനായി വിശുദ്ധ ഗീവർഗീസിന്റെ തിരുനാൾ ഷാർജ പള്ളിയിൽ ആഘോഷിക്കുവാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 25 വർഷം പൂർത്തിയാവുകയാണ്. പുതിയതുറ ഇടവക മക്കളും മലയാള ലത്തീൻ സമുദായവും സംയുക്തമായി നടത്തുന്ന ഈ തിരുനാളാഘോഷവേളയിൽ പങ്കെടുക്കുവാൻ സാധിച്ചത് തന്നെ ഏറെ സന്തോഷമാണ്. ഈ ആഘോഷത്തിൽ പങ്കെടുക്കുവാനായി പുതിയതുറ മണ്ണിൻ്റെ മകനും തിരുവനന്തപുരം അതിരൂപതയുടെ മെത്രാപ്പൊലീത്തയുമായ അഭിവന്യ തോമസ് അറ്റ പിതാവിനെയും പുതിയതുറ ഇടവക വികാരിയായ എന്നെയും ക്ഷണിച്ചതിന് ഈ തിരുനാളിൻ്റെ സംഘാടക സമിതിക്ക് ഞാൻ ഏറെ ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതിന് ആവശ്യമായ അനുവാദം നൽകി ഞങ്ങളെ ഈ ആഘോഷവേളയിൽ ക്ഷണിച്ച അഭിവന്യ മെത്രാൻ പൗലോ മർത്തിനെല്ലിക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. അവർ indebted gratitude goes to Reverend Father Sabarimuthu for his effort to invite us for this feast. Dear and loving Father, we extend our heartfelt gratitude for your invitation and the hospitality of these days. മലയാള സമൂഹത്തിൻ്റെ ആത്മീയ പിതാവായ ഫാദർ ജോസ് വടക്കുംതലക്കും മലങ്കര സമൂഹത്തിൻ്റെ ആത്മീയ ഗുരുവായ ഫാദർ രജി വർഗീസിനും നന്ദി അർപ്പിക്കുകയാണ്. മലയാളം പാരിഷ് കൗൺസിൽ, ലാറ്റിൻ കൗൺസിൽ അംഗങ്ങൾക്കും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ മനോഹരമായി ഗാനങ്ങൾ ആലപിച്ച ഗായക സംഘത്തിനും അതിന് നേതൃത്വം നൽകുന്ന ജോസ് ആൻഡയ്ക്കും നന്ദി. ലേ മിനിസ്റ്റേഴ്സ്, ആൾട്ടർ സെർവേഴ്സ്, സൗണ്ട്സ് ക്രമീകരിച്ച വിൽഫ്രഡ്, ലിറ്റർജി കോർഡിനേറ്റേഴ്സ്, വോളണ്ടിയേഴ്സ്, ഓഫീസ് സ്റ്റാഫ് എന്നിവർക്കും നന്ദി അർപ്പിക്കുകയാണ്. പുതിയതുറ കൊച്ചടത്തുവ ഇടവകയിൽ വിശുദ്ധ ഗീവർഗീസിൻ്റെ തിരുനാൾ ഈ വർഷം 9 ദിവസമായി ആഘോഷിക്കപ്പെടുകയാണ്. കാരണം 26-ാം തീയതി കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. 27 മുതൽ ഏപ്രിൽ മാസം 27-ാം തീയതി മുതൽ മെയ് മാസം 5-ാം തീയതി വരെ കൊച്ചടത്തുവ തീർത്ഥാടന കേന്ദ്രത്തിൽ നടക്കുന്ന തിരുനാൾ ആഘോഷവേളയിൽ പങ്കെടുക്കുവാനും വിശുദ്ധൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും ഏവരെയും ഇടവക വികാര നിലയിൽ ആത്മാർത്ഥമായ സ്നേഹത്തോടെ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്നത്തെ ആഘോഷത്തിൽ ആനന്ദിച്ചുകൊണ്ട് അങ്ങേ സ്വർഗീയ ദാനങ്ങൾ സ്വീകരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദിവ്യവിരുന്നിൽ അങ്ങേ പുത്രൻ്റെ മരണം പ്രഖ്യാപിക്കുന്ന ഞങ്ങളെ വിശുദ്ധരായ രക്തസാക്ഷികളോടൊത്ത് അവിടുത്തെ ഉത്ഥാനത്തിലും മഹത്വത്തിലും പങ്കുകാരാകാൻ അർഹരാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ തന്നെ ഏകജാതിൻ്റെ ഉത്ഥാനം വഴി വീണ്ടെടുപ്പിൻ്റെയും ദത്തെടുപ്പിൻ്റെയും ദാനം നിങ്ങൾക്ക് നൽകാൻ കഴിവുണ്ടായ ദൈവം തൻ്റെ കൃപയാൽ ആനന്ദഭരിതരാകാൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ വീണ്ടെടുപ്പ് വഴി ശാശ്വത സ്വാതന്ത്ര്യത്തിൻ്റെ ദാനം നേടിയ നിങ്ങൾ അവിടുത്തെ മഹാമനസ്കതയാൽ നിത്യാവകാശത്തിൽ പങ്കാളികളായി തീരാൻ ഇടയാകുമാറാകട്ടെ. വിശ്വാസത്തിലൂടെ ജ്ഞാനസ്നാനത്തിൽ ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റ് നിങ്ങൾ
ഇപ്പോൾ സുഹൃത ജീവിതം നയിച്ച് പിതൃരാജ്യമായ സ്വർഗത്തിൽ ഒന്നുചേരാൻ യോഗ്യരായി തീരുമാറാകട്ടെ. ആമേൻ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യബലി സമാപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നീ ദിവസം അനുഗ്രഹീതമാക്കാൻ ഒരു പ്രേയർ ഡാൻസിനായി നമുക്ക് ഏഞ്ചലീന ആൻഡ് ടീമിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. ആനന്ദ സ്നേഹമേ പ്രണമിക്കൂ സദാ.
ആദരണീയ ആർച്ച് ബിഷപ്പിന്റെ പ്രൊഫൈൽ നറേഷൻ പ്രസന്റ് ചെയ്യാനായി പുതിയതുറ എക്സ്പാട്രിയേറ്റ്സ് വെൽഫെയർ അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ അരുൺ പോളിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, എന്തെന്നാൽ അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ക്രിസ്തുവിൽ പ്രിയരെ, വിശുദ്ധ ഗീവർഗീസിന്റെ തിരുനാൾ 25ാമത് വർഷം ഇവിടെ ഷാർജ സെന്റ് മൈക്കിൾസ് ദേവാലയത്തിൽ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ കൃതജ്ഞത ബലി അർപ്പിച്ചത് ഏറ്റവും ആദരണീയനായ തിരുവനന്തപുരം അതിരൂപത മെത്രാപ്പൊലീത്ത മോസ്റ്റ് റവറൻഡ് ഡോക്ടർ തോമസ് ജെ നെറ്റോ പിതാവാണ്. തിരുവനന്തപുരം അതിരൂപതയിൽ സെന്റ് നിക്കോളാസ് ദേവാലയം പുതിയതുറയിൽ ജെസയൻ നെറ്റോയുടെയും ഇസബെല്ല നെറ്റോയുടെയും മകനായി ഡിസംബർ മാസം 29, 1964 ജനിച്ചു. 1970-77 കാലഘട്ടത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസം സെന്റ് നിക്കോളാസ് LPS പുതിയതുറയിലും സെന്റ് ഹെലൻസ് GHS ലോണ്ടുപുരത്തും, അദ്ദേഹത്തിന്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം PKHSS കാഞ്ഞിരംകുളത്തും, തുടർന്ന് ഉന്നത വിദ്യാഭ്യാസം സെന്റ് സേവിയേഴ്സ് കോളേജിലുമായി പൂർത്തിയാക്കി. ദൈവവിളിക്ക് ഉത്തരം നൽകി 1980 പാളയം സെന്റ് വിൻസെന്റ് സെമിനാരിയിൽ ചേർന്ന് വൈദിക പഠനം ആരംഭിച്ചു. തുടർന്ന് 1983 ആലുവ സെന്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയിൽ നിന്ന് തത്വശാസ്ത്ര പഠനവും 1986 ദൈവശാസ്ത്ര പഠനവും പൂർത്തിയാക്കി. 1989 ഡിസംബർ 19 സെന്റ് ജോസഫ് കത്തീഡ്രൽ പാളയം പള്ളിയിൽ വെച്ച് വൈദിക പട്ടവും സ്വീകരിച്ചു. 1992-94 കാലഘട്ടത്തിൽ സോഷ്യോളജിയിൽ തന്റെ ബിരുദാനന്തര ബിരുദവും 1995-99 കാലഘട്ടത്തിൽ റോമിലെ ഉർബാനയിൽ നിന്നും ഡോക്ടറേറ്റും കരസ്ഥമാക്കി. തന്റെ സേവനവും കഴിവും വഴിയായി വിവിധ ഇടവകളിൽ അസിസ്റ്റന്റ് വികാരിയായും അതിരൂപതയിലെ വിവിധ മിനിസ്ട്രികളിൽ ഡയറക്ടറായും വികാരിയായും സേവനം ചെയ്തു. 2003 സെന്റ് വിൻസെന്റ് സെമിനാരിയിലെ റെക്ടറായും നിയമിതനായി. തന്റെ ആഴമായ പഠനവും കഴിവും വിചിന്തനവും കൊണ്ട് 2017 മുതൽ 21 വരെ ജീവനാഥത്തിന്റെ എഡിറ്ററായും സേവനം ചെയ്തു. ഈ നാളിൽ തന്നെ കഴക്കൂട്ടം ഭവന വികാരിയായും സേവനം ചെയ്തു. 2021 അതിരൂപതയുടെ സ്കോപ്പൽ വികാറായും രൂപതയുടെ വിവിധ മിനിസ്ട്രികളുടെ കോർഡിനേറ്ററായും സേവനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ദൈവഹിതമെന്നോണം തിരുവനന്തപുരം രൂപതയുടെ പുതിയ ഇടയനായി 2022 ഫെബ്രുവരി മാസം 2-ാം തീയതി നിയമിക്കപ്പെടുകയും 2022 മാർച്ച് 19 തിരുവനന്തപുരം അതിരൂപതയുടെ പുതിയ മെത്രോപൊലിത്തയായും അഭിഷേകം ചെയ്യപ്പെട്ടു. ഇവിടെയായിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വിശുദ്ധന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് തിരുനാൾ ആശംസകൾ നേർന്നുകൊള്ളുന്നു. ഷാർജ സെന്റ് മൈക്കിൾസ് ഇടവക സമൂഹത്തിന്റെ നെടുംതൂണായ ഫാദർ സവരിമുത്തു, our esteemed guide, our beacon of spiritual guidance, our very respected parish priest, we welcome you, Father, onto the stage. മലയാള സമൂഹത്തിന്റെ ആത്മീയ ഗുരു ഫാദർ ജോസ് വട്ടുകുളം നമ്മുടെ വിശ്വാസ പാതയിൽ വേണ്ടതായ എല്ലാ നിർദ്ദേശങ്ങളും നൽകി എന്നും നമ്മോടൊപ്പം ഉള്ള നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട ജോസ് അച്ഛനെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വിശുദ്ധ ഗീവർഗീസ് സഹയുടെ തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമാവാൻ ഇവിടെ എത്തിച്ചേർന്ന പുതിയതുറ ഇടവക വികാരി റെവറൻഡ് ഫാദർ ഗ്ലാഡൻ അലക്സ് ഏറെ ബഹുമാനത്തോടെ അച്ഛനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി ഏറെ ബഹുമാനത്തോടെ ഫാദർ ഡെന്നിസിനെയും നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. Pedicare Evangeline pro pauperibus mist me. He has sent me to declare the good news to the poor. ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു. പാവ
അനുഭാവങ്ങളുടെ സുവിശേഷ പ്രഘോഷകൻ മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ തോമസ് ജെ നെറ്റോ ദാരിദ്ര്യരെയും ആലംബഹീനരെയും ദൈവജനമായി കണ്ട് അവർക്കിടയിൽ ദൈവവചനം എത്തിക്കാൻ ജീവിതം ഉഴിഞ്ഞുവെച്ച ആദരണീയ ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ പിതാവിനെ സാന്നിധ്യം ഈ ഇടവകയിൽ വിശ്വാസ സമൂഹത്തിനും ഇന്ന് ഏറെ ധന്യമാക്കി. അടുത്തതായി മലയാളം കൗൺസിലിന്റെ സെക്രട്ടറി ശ്രീ റോണി ആന്റണിയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. Now I request our parish priest, Reverend Father Sabarimuthu, to welcome and address our gathering. Dear friends, of course it was a solemn and grand welcome we extended to the Archbishop from Trivandrum from the gate, and it was also a solemn celebration. And I stand here instead of welcoming our Bishop once again on behalf of you all to express my sincere gratitude for having graced this occasion by his efficient presence over here and to celebrate the Mass, to pray for us. On this day, as we are celebrating the Silver Jubilee of St. George, really Bishop's presence made a vast difference, and I thank sincerely for having made his availability in spite of his heavy schedule in his diocese, and of course along with the Archbishop, Father Gladden also joined him in this journey to come over here to show their presence and to pray for us and to gladden our hearts. Thank you, dear Bishop, once again. Thank you, our prayers. അടുത്തതായി മലയാളം സമൂഹത്തിന്റെ ആത്മീയ ഗുരു ജോസ് അച്ഛനെ ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നതിനായി സാദരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും ആദരണീയനായ തിരുവനന്തപുരം അതിരൂപതാധ്യക്ഷൻ ബഹുമാനപ്പെട്ട തോമസ് നെറ്റോ പിതാവ്, സ്നേഹം നിറഞ്ഞ പുതിയതുറ വികാരി, സ്നേഹം നിറഞ്ഞ മുത്തുവച്ച, പ്രിയപ്പെട്ട ഡയനസച്ച, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വളരെ വൈകിയ ഒരു വേളയായി എന്ന് എല്ലാവർക്കും അറിയാം. ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. പിതാവിനെ കുറിച്ച് അറിഞ്ഞ ആ പിതാവിൻ്റെ എപ്പിസ്കോപ്പൽ ഓർഡിനേഷനുമായി ബന്ധപ്പെട്ട് തുടർന്ന് ഉടനെ തന്നെ നടന്ന കുറേ പരിപാടികൾ ഇവിടെ നിന്ന് വീക്ഷിക്കുകയുണ്ടായി. അപ്പോൾ അതിലൂടെ കാണാനായിട്ട് സാധിച്ച പിതാവിൻ്റെ സാമൂഹിക പ്രതിബദ്ധതയാണ്. മത്സ്യബന്ധന ആളുകളുമായി ബന്ധപ്പെട്ട പല തരത്തിലുള്ള പ്രശ്നങ്ങൾ സമൂഹത്തിലുണ്ടായപ്പോൾ ഏറ്റവും മുന്നിൽ നിന്ന് അതിനെല്ലാം ആളുകളോടൊപ്പം ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുവാനായിട്ട് പിതാവ് കാണിച്ച ആ ഒരു മനസ്സിനെ പ്രത്യേകമായിട്ട് നന്ദിയോടെ ഓർക്കുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം സമൂഹത്തിൻ്റെ സാമൂഹികമായ ഉന്നതിക്ക് വേണ്ടി കൂടി പ്രവർത്തിക്കുവാനായിട്ട് ഒരു ആത്മീയ ആചാര്യൻ മുന്നോട്ട് വന്നു എന്നതാണ് സവിശേഷകരമായ ഒരു കാര്യം. അപ്പം തീർച്ചയായിട്ടും ഇനിയും ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സമൂഹത്തിൻ്റെ ആത്മീയ സാമൂഹിക ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് ദൈവം പിതാവിനെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹത്തോടെ നേരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടാണ് പിതാവ് ഇവിടെ എത്തിയത്. അപ്പം പിതാവിനെ പ്രത്യേകമായിട്ട് ശാരദ ഇടവകയുടെ എല്ലാ നന്ദിയും അറിയിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നതിനായി ഡെന്നിസ് അച്ഛനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അഭിവന്ദ്യ പിതാവേ, സ്നേഹബഹുമാനപ്പെട്ട വൈദികരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഞാനിവിടെ ഗസ്റ്റ് റോളാണ്, പറഞ്ഞാൽ അധിക പ്രസംഗമാവും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
അടുത്തതായി പുതിയതുറ ഇടവക വികാരി ഗ്ലാഡിനച്ചനെ ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നതിനായി സാദരം ക്ഷണിക്കുന്നു. വേദിയിലായിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇവിടെ ആശംസകൾ ആർക്കാണ് അർപ്പിക്കണമെങ്കിൽ എനിക്കൊരു പിടിയില്ല. ഏതായാലും സാരമില്ല. ഈ ഏറെ സന്തോഷമുണ്ട്. ഞങ്ങൾ 2010 ഞാനും പിതാവും കൂടി ഇവിടെ ആദ്യമായിട്ട് വർഗീസ് പുന്നാള തിരുനാൾ ആഘോഷിക്കാനുള്ളതാണ്. പിന്നെ ഒരു 14 ദിവസം ശേഷം പിന്നെ ഒരു അവസരമുണ്ടായി. അത് നിങ്ങളുടെ 25ാമത്തെ വർഷമാണ്. ഭാഗ്യവശം ഞാനും ഈ പുതിയ ഇടവകയിലെ വികാരിയായി ഉത്തരവാദിത്തം ഏറ്റെടുത്ത് 11 മാസമാകുന്നതേ ഉള്ളൂ. ഇങ്ങനെ വീണ്ടും ഒരു വരവ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. അങ്ങനെ എന്നെയും കൂടി പിതാവിനോടൊപ്പം ക്ഷണിച്ചതിന് വികാരിയച്ഛനായ ബഹുമാനപ്പെട്ട ഫാദർ ശബരി മുത്ത്, നിങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന മുത്ത് ഗവ്വല്ല, മുത്ത് അച്ഛനെയും നമ്മുടെ ജോസച്ഛനെയും, തീർച്ചയായും മുത്ത് ഗവ് തന്നെയാണ് അച്ഛൻ്റെ ആ സ്നേഹം. ഇന്നലെ മുതൽ കണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ സ്നേഹമുള്ള അച്ഛനാണ്. അതുപോലെ ജോസച്ഛനെയും രജി അച്ഛനെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാ വൈദികർക്കും നന്ദി അർപ്പിക്കുകയാണ്. ഈ തിരുനാളിൽ നമ്മളോടൊപ്പം ആയിരിക്കുകയും നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുവാനും നമുക്ക് ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ഡോക്ടർ തോമസ് ജെ നെറ്റോ പിതാവ് ജീവിത വിജയം നേടി മുന്നേറുമ്പോൾ പിന്നിട്ട വഴികൾ ദൈവത്തിന്റെ കൃപയും പരിപാലനയും തിരിച്ചറിയാനും എന്നും കർത്താവിന്റെ സ്നേഹവും കരുണയും തിരിച്ചറിയാൻ നമ്മെ ആഹ്വാനം ചെയ്ത് പ്രിയ ബഹുമാനപ്പെട്ട പിതാവിന്റെ സാന്നിധ്യം നമുക്കൊരു അനുഗ്രഹം തന്നെയാണ്. തിരുനാൾ ദിനം ധന്യമാക്കുവാൻ വേണ്ടി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന ആർച്ച് ബിഷപ്പ് ആദരണീയ ഡോക്ടർ തോമസ് ജെ നെറ്റോ പിതാവിനെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. എത്രയും സ്നേഹ ബഹുമാനമുള്ള അച്ഛന്മാരെ, സഹോദരി സഹോദരന്മാരെ, യുവജനങ്ങളെ, പ്രിയമുള്ള കുട്ടികളെ, ആദ്യമേ എല്ലാവർക്കും വിശുദ്ധ ജോർജിൻ്റെ തിരുനാൾ ആശംസകൾ, മംഗളങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. വളരെയേറെ സന്തോഷം ഉണ്ട്. ഷാർജ സെൻറ്റ് മൈക്കിൾസ് ദേവാലയം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിങ്ങളുടെ ഇടയിലേക്ക് വന്നപ്പോൾ വീട്ടിൽ എത്തിയ ആ ഒരു ഫീലിംഗ് തന്നെയാണ് എനിക്കുള്ളത്. അത് സാധ്യമാക്കിയത് നിങ്ങളെല്ലാവരുമാണ്. നിങ്ങളുടെ വലിയ മനസ്സിനെ, ഔദാര്യപൂർവമായ നിങ്ങളുടെ സാന്നിധ്യത്തെ, പ്രാർത്ഥനയെ, പിൻബലത്തെ എല്ലാം നമ്മുടെ അതിരൂപതയുടെ നാമത്തിൽ പ്രത്യേകമായി ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി നന്ദിയോടുകൂടി ഞാൻ സ്മരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായി ലഭിച്ച വിശ്വാസത്തിൽ വളരുവാനുള്ള ഒരു വലിയ വേദിയും അവസരവുമാണ് ഈ ഷാർജ സെൻറ്റ് മൈക്കിൾസ് ദേവാലയവും അതിൻ്റെ സംവിധാനങ്ങളും വൈദികരും നമുക്ക് നൽകുന്നത്. ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. തീർച്ചയായും ഒരു വലിയ തണൽ മരം പോലെയാണ് ഈ ദേവാലയം, ഇവിടുത്തെ ആരാധനാ കർമ്മങ്ങളും വൈദികരുടെ ശുശ്രൂഷയും. നിങ്ങളുടെ ഇവിടുത്തെ വാസത്തിന് ഏറ്റവും ആവശ്യമായ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ഒരു പുണ്യ ഇടമാണ്. അതിൻ്റെ മനോഹാരിതയാണ് ഈ വിശുദ്ധൻ്റെ തിരുനാൾ ഇത്രയും ആഘോഷത്തോടുകൂടി സംഘടിപ്പിക്കുവാൻ, പങ്കുചേരുവാൻ ഇടയായത്. തീർച്ചയായും വിശുദ്ധർ നമുക്ക് മാതൃകയാണ്, അവർ നമുക്ക് മധ്യസ്ഥരാണ്. ഗീവർഗീസിൻ്റെ പ്രത്യേക മാധ്യസ്ഥം നിങ്ങളുടെ വിശ്വാസ ജീവിതയാത്രയിൽ, നിങ്ങളുടെ അധ്വാന വേളയിലെല്ലാം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. വലിയ മാതൃകയാണ് ഈ വിശുദ്ധൻ. നമ്മുടെ ജീവിതത്തിലും നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുവാനുള്ള പ്രചോദനമാണ്, ഒപ്പം മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള ഒരവസരമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശ്വാസം പരിപോഷിപ്പിക്കുവാനായിട്ടുള്ള അവസരങ്ങളും വേദികളും നമുക്ക് ലഭിക്കുമ്പോൾ അതിനോട് വളരെ ആത്മാർത്ഥമായി നമുക്ക് പങ്കുചേരാം. ഞാൻ നന്ദിയോടുകൂടി അനുസ്മരിക്കുന്നത് ഈ ഒരു വലിയ സംഘാടനത്തിന് പിന്നിൽ ധാരാളം പേർ നമുക്കിടയിലുള്ള നമ്മുടെ തന്നെ ശുശ്രൂഷകരായി, നേതാക്കളായി ദൈവം നമുക്ക് നൽകിയ ലാറ്റിൻ കൗൺസിൽ അംഗങ്ങൾ, അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ വൈദികരെയും
ആദരവോടുകൂടി സ്നേഹത്തോടുകൂടി ഞാൻ ഓർക്കുകയാണ്. അത്ര മനോഹരമായിട്ടാണ് സ്വാഗത ഡാൻസ് 5 മിടുക്കികൾ വന്ന് ഇവിടെ അവതരിപ്പിച്ചത്. നമ്മൾ ദൂരെയാണെങ്കിലും സ്റ്റെപ്പുകൾക്ക് ഒരു വ്യത്യാസവും വന്നിട്ടില്ല. പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി വളരെ ഹൃദയസ്പർശിയായ രീതിയിലുള്ള നൃത്ത ആവിഷ്കാരമാണ്. അതിൻ്റെ പിന്നിലും ഒരുപാട് പേരുടെ പ്രോത്സാഹനവും അതിനുവേണ്ടിയുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട്. ഞാൻ ഫാദർ സബരി മുത്തുവിൽ നിന്ന് മനസ്സിലാക്കിയത് ആങ്കറിങ് നടത്തുന്ന സഹോദരി വെറുമൊരു സഹോദരിയല്ല, TV-യിൽ പ്രത്യക്ഷപ്പെടുന്ന ആളാണ്. അടുത്ത കാലത്തെങ്ങാണ്ടാണ് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചത് എന്നും കൂടി കേട്ടപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടൊരു സാക്ഷ്യമാണ്. കൺഗ്രാജുലേഷൻസ് ആൻഡ് മേ ഗോഡ് ബ്ലെസ് യു. And now I take this opportunity to express my great appreciation for your beloved father, parish priest, Father Sabri Muthu. Dear Father, you are doing a wonderful ministry here in Sharjah, especially for all our people, those who are away from their homeland, and you are here to help them, to guide them in a spiritual way. And in the name of all the people who are attending the celebrations and functions, religious functions in this parish, I extend you our sincere gratitude to you, and we continue to pray for you. May God bless you, and through you manifold blessings, graces God may shower upon each one of us. And let this Father be a God's true instrument of love, mercy, again and again. May the Lord allow him to, or the superiors allow him to do his service many more years to come. Thank you very much, Father. Thank you very much. Father Jose, Father Reggie, and our Dionysius, and all എല്ലാവരെയും ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു. എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെ ഒരു അജപാലന ശുശ്രൂഷയിലേക്ക് മെത്രാനായി ഞാൻ വിളിക്കപ്പെടും എന്ന്. എനിക്ക് ഒരുപാട് പേരുടെ പ്രാർത്ഥനാ സഹായമുണ്ട്. അതാണ് വലിയൊരു കരുത്ത്. നിങ്ങൾ എവിടെയായിരുന്നാലും വൈദികർക്ക് വേണ്ടി, സിസ്റ്റേഴ്സിന് വേണ്ടി, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള കാര്യമാണ് അഭ്യർത്ഥിക്കുവാനുള്ളത്. പ്രാർത്ഥനയിലൂടെ ശക്തി പ്രദാനം ചെയ്തുകൊണ്ട് നമുക്ക് മുന്നേറുവാനായിട്ട് സാധിക്കും. ഞാനിവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ഈ ഷാർജ റൂളിംഗ് ഫാമിലിയെയും അതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ ദേവാലയത്തിൽ അനുസ്മരിച്ച പോലെ നന്ദിയോടുകൂടി സ്മരിക്കുകയാണ്. എത്ര സ്വാതന്ത്ര്യമാണ് വിശ്വാസത്തിൽ വളരുവാനായിട്ട് ഇവിടെ ലഭിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഷാർജ സെൻറ്റ് മൈക്കിൾസ് ദേവാലയത്തിന് കറണ്ട് ചാർജും ഇലക്ട്രിസിറ്റി ചാർജും എല്ലാം ഫ്രീ ആയിട്ടാണെന്നാണ് അറിയാൻ സാധിക്കുക. അതെല്ലാം വലിയൊരു ജസ്റ്ററാണ്. നമ്മുടെ നാട്ടിൽ ആ വിഷയങ്ങളിലോട്ടൊന്നും പോകുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും എപ്പോഴും ഉണ്ടാകട്ടെ. അത്ഭുതകരമായ രീതിയിൽ ദൈവം നിങ്ങളെ വഴി നടത്തുകയും സന്തോഷപ്രദമായ ഒരു ജീവിതം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനും വാത്സല്യത്തിനും കരുതലിനും സ്വാഗതത്തിനും ഞാൻ നന്ദി പറയുന്നു. ദൈവം മഹത്വപ്പെടട്ടെ. ആമേൻ. പുതിയ തുറയിൽ രക്ഷതൻ കവചമായവനേ